പ്രൈസ് ദി ലോർഡ്. നമുക്ക് സങ്കീർത്തനം 20-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ദൈവമക്കളെ, ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായിരുന്ന ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ദാവീദ് പറയുകയാണ്, യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. സ്വർഗത്തിൽ നിന്ന് യഹോവയായ ദൈവം കൈനീട്ടി തൻ്റെ അഭിഷിക്തനായ ദാവീദിനെ തൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ച് നിർത്തിയതിനു ശേഷം ദാവീദ് ദൈവത്തിന് പാടുകയാണ്, തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ദാവീദിന് മനസ്സിലായി. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, അവൻ തൻ്റെ വിശ്വസ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീരപ്രവൃത്തികളാൽ എനിക്ക് ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിലാണ് ആശ്രയിക്കുന്നത്. നമ്മുടെ ലോകരാജ്യങ്ങൾ പലരും അവിടെ ആയുധങ്ങളിൽ ആശ്രയിക്കുമ്പോൾ ദൈവമക്കൾക്ക് ആശ്രയിക്കാനുള്ളത് നമ്മുടെ സൃഷ്ടാവായ സർവത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തിൽ മാത്രമാണ് നമുക്ക് ആശ്രയിക്കുവാനുള്ളത് എന്ന് ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ദാവീദ് പറയുകയാണ്. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞാനോ എൻ്റെ സൃഷ്ടാവായ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞാനൊരു ആട്ടിടയനായിരുന്ന ആട് നോക്കിക്കൊണ്ടിരുന്ന എന്നെ ദൈവം പൊക്കിയെടുത്ത് ഇസ്രായേലിൻ്റെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തതാണ്. അവൻ എന്നെ അനോയിന്റഡ് ചെയ്തതാണ്. അങ്ങനെയുള്ള ഞാൻ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജാക്കന്മാർ പലരും എന്നോട് യുദ്ധം ചെയ്തപ്പോൾ യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ഹല്ലേലൂയ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് ദാവീദ് പറയുകയാണ്. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞാനോ എൻ്റെ സൃഷ്ടാവായ എൻ്റെ ദൈവത്തിൽ നിന്നാണ് ഞാൻ ആശ്രയിക്കുന്നത്. അവൻ രാജാവിന് മഹാരക്ഷ നൽകുന്നു, തൻ്റെ അഭിഷിക്തന് ദയ കാണിക്കുന്നു, ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ. 18-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, അവൻ രാജാവിന് മഹാരക്ഷ നൽകുന്നു. രാജാവിനെ യഹോവയുടെ സകല വിശുദ്ധന്മാരും അവൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത് എന്ന് ആവർത്തന പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നവരെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ ഒന്നും ആർക്കും നമ്മെ തൊടുവാനായിട്ട് കഴിയയില്ല. ദൈവം ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുമെന്ന് ദാവീദിന് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞാനോ എൻ്റെ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ദൈവം ന്യായമാണ് എന്നെ അഭിഷേകം ചെയ്തത്, അവൻ എന്നെ വിടുവിക്കുന്ന ദൈവമാണ്. പല യുദ്ധങ്ങളിൽ നിന്നും ദാവീദിനെ ദൈവം വിടുവിച്ചത് ദാവീദിന്റെ ജീവിതാനുഭവത്തിലുണ്ട്. ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ഓടിപ്പിച്ചപ്പോൾ ഒക്കെ ദൈവം ദാവീദിനെ വിടുവിച്ചത് ദാവീദിന്റെ ജീവിത അനുഭവത്തിലുണ്ട്. ദാവീദിന്റെ സ്വന്തം മകനായ അബ്ശലോം ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ദാവീദിന്റെ പുറകെ ഓടിച്ചപ്പോൾ ഹല്ലേലൂയ, അവിടെയും ദാവീദിനെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്. ഇറങ്ങി വന്ന ദാവീദിനെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്. തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നൊക്കെ ദാവീദിനെ രക്ഷിച്ച ദൈവമുണ്ട്. സിംഹവും കരടിയും വന്നപ്പോൾ അതിനെ കീറിക്കളഞ്ഞ് തൻ്റെ ആടുകളെ രക്ഷിച്ച ഒരു ദാവീദിന്റെ അഭിഷേകം ദൈവത്തിന്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ. ഗോലിയാത്തിന്റെ നേരെ 2-3 കല്ലുകളുമായി ഇറങ്ങിച്ചെന്ന് ഗോലിയാത്ത് ഒരു ആയുധവുമില്ലാതെ ഹല്ലേലൂയ ഗോലിയാത്ത് ആയുധത്തിൽ ആശ്രയിച്ചപ്പോൾ ദാവീദ് ആശ്രയിച്ചത് എൻ്റെ ദൈവത്തിലാണ്. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നെ
ഞാൻ നിന്നോട് യുദ്ധം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞ് ദാവീദ് ഗോലിയാത്തിന് നേരെ പാഞ്ഞടുക്കുകയാണ്. ആ ദൈവം ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഗോലിയാത്തിന്റെ കഴുത്തറുത്ത് ഗോലിയാത്തിനെ കൊന്ന ഹല്ലേലൂയ വിജയം പ്രാപിക്കുവാൻ ദാവീദിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞാനോ എൻ്റെ ദൈവത്തിൽ മാത്രമാണ് ആശ്രയിക്കുന്നത്. യഹോവ തന്റെ ജനത്തിന്റെ ബലമാകുന്നു, തന്റെ അഭിഷിക്തന് അവൻ രക്ഷാദുർഗം തന്നെ. ഹല്ലേലൂയ. 28-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, തന്റെ അഭിഷിക്തന് അവൻ രക്ഷാദുർഗം തന്നെ. ഹല്ലേലൂയ. തന്റെ ജനത്തെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. തന്റെ ജനത്തെ ദൈവം ഇറങ്ങി വന്ന് രക്ഷിക്കുകയാണ്. തന്റെ ജനത്തിന് അവൻ രക്ഷാദുർഗം തന്നെ എന്ന് ദൈവം തന്നെ പറയുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചു ജീവിക്കുന്നുവെങ്കിൽ അവനാണ് ഹല്ലേലൂയ നമ്മുടെ രക്ഷകനെന്ന് ദാവീദ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ദാവീദ് പറയുകയാണ്. ദൈവമക്കളുടെ ജീവിതയാത്രയിൽ യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ദൈവമക്കൾ കൊടുക്കുന്ന വാഗ്ദത്തമാണ്, ഉറപ്പാണ്. എന്ത്? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളോട് ദൈവത്തിന്റെ ഭാഗത്താണ് നമ്മളെങ്കിൽ, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, നിന്നോട് യുദ്ധം ചെയ്യുന്നവരെല്ലാം നാണിച്ച് തലതാഴ്ത്തിപ്പോകും. കാരണം നമ്മോട് യുദ്ധം ചെയ്യുന്നവന്, നമ്മോട് കൂടെയുള്ളവന് ആരാണ്? ദൈവം തമ്പുരാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം അതുകൊണ്ട് നമ്മോട് കൂടെ ഉള്ളവൻ കൂടെ ഉള്ളവരെക്കാളും വലുതാണ്. നമ്മോട് കൂടെ ഉള്ളവൻ അഖിലാണ്ടത്തെ ഉളവാക്കിയ സർവശക്തനായ ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായം 34-ാം വാക്യത്തിലെ പറയുകയാണ്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ എന്ന് പറയുകയാണ്. ആ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട് നമുക്ക് വിജയം നിശ്ചയമാണ്. 1 ശമൂവേൽ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവയോട് എതിർക്കുന്നവർ തകർന്നു പോകുന്നു, അവൻ ആകാശത്ത് അവരുടെ മേലെ ഇടിവെട്ടിക്കുന്നു. യഹോവ ഭൂവാസികളെ വിധിക്കുന്നു, തൻ്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു, തൻ്റെ അഭിഷിക്തന്റെ കൊമ്പ് ഉയർത്തുന്നു. ദൈവം തൻ്റെ അഭിഷിക്തന്റെ കൊമ്പ് ഉയർത്തുന്ന ദൈവമാണെന്ന് 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ ശമൂവേൽ പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്, ദൈവം അഭിഷേകം ചെയ്ത തൻ്റെ അഭിഷിക്തന്റെ കൊമ്പ് അവൻ ഉയർത്തും. ഹല്ലേലൂയ. ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന അവന്റെ കൊമ്പ് എപ്പോഴും ഉയർന്നിരിക്കുമെന്ന് പറയുകയാണ്. നമ്മുടെ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച് യാചിച്ചത്, എനിക്ക് ഒരു മകനെ തരുന്നുവെങ്കിൽ ഞാനത് നിന്റെ ആലയത്തിൽ സമർപ്പിക്കും. അങ്ങനെ ഒരു ശമൂവേൽ ബാലനെ ദൈവം ഹന്നയ്ക്ക് കൊടുത്തു. ഹന്ന ആ ബാലനെ ദൈവത്തിന്റെ ആലയത്തിൽ സമർപ്പിച്ചു. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്ത് ഏറ്റവും ശക്തനായ ഒരു പ്രവാചകന്മാരിൽ ഒരുവനായിരുന്നു ഹല്ലേലൂയ ശമൂവേൽ പ്രവാചകൻ. അത് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതാണ്. ദൈവത്തോട് ചോദിച്ച് ഹന്ന കരഞ്ഞ്, ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഹന്ന കരഞ്ഞപ്പോൾ ദൈവം ഹന്നയ്ക്ക് കൊടുത്തതാണ്. ഹല്ലേലൂയ. ആ ശമൂവേൽ ബാലന് ഹല്ലേലൂയ ദൈവം കൊടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ദൈവം നമുക്ക് തരുന്നത്. അതുകൊണ്ട് ദൈവം നമ്മെ അഭിഷേകം ചെയ്ത് ദൈവം നമുക്ക് തരുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. സങ്കീർത്തനം 20-ാം അധ്യായം 6-ാം വാക്യം, യഹോവ തന്റെ അഭിഷേകം രക്ഷിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം തന്റെ അഭിഷേകത്തിനെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ.
ദാനിയേലിന്റെ പ്രവചനത്തിലേക്ക് നമുക്ക് തന്നാല് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന 3 ഇസ്രായേൽ ബാലന്മാര് അവരെ നെബൂഖദ്നേസർ രാജാവ് തീച്ചൂളയിലേക്ക് എറിയുകയാണ്. ആ തീച്ചൂളയിലേക്ക് എറിഞ്ഞപ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തരാണ് അവര്, ദൈവം താങ്ങുന്നവരാണ്, ദൈവത്തിന്റെ മക്കളാണ്. ദൈവം തന്നെ ഇറങ്ങി വന്ന് അവരെ തീയുടെ ബലത്തെ കെടുത്തി അവരെ തീയിൽ നിന്ന് വിടുവിച്ചതായിട്ട് ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഹല്ലേലൂയ. ദാനിയേലിനെ രാജാവ് സിംഹക്കുഴിയിലേക്ക് ഇറക്കി തള്ളിയിടുകയാണ്. പക്ഷേ ദൈവം അവിടെ ഇറങ്ങിച്ചെന്ന് സിംഹത്തിന്റെ വായെ അടച്ചു കളഞ്ഞ് ദാനിയേലിനെ രക്ഷിച്ചതായിട്ട് ദാനിയേൽ പ്രവചനം നമ്മൾ കാണുകയാണ്. ഇവരെ എല്ലാം ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണ്. ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ കീഴ്ക്കളയുവാൻ ദുഷ്ടശക്തികൾ ശ്രമിക്കുമ്പോൾ അവൻ കൈനീട്ടി ഇറങ്ങി വന്ന് അവരെ വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഹല്ലേലൂയ വിശുദ്ധ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ കൊമ്പ് എപ്പോഴും ഉയർന്നിരിക്കും. ഹല്ലേലൂയ. യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ദാവീദ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ദാവീദിന് മനസ്സിലായി. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്തോത്രം. യേശുവിന്റെ നാമത്തെ കർത്താവേ, ആമേൻ.